ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ ഇന്നലെ നോക്കി വെൻ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് ഫോർ ക്യാഷിനാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ചില സമയത്ത് ഡിബഞ്ചർ മണി ഇഷ്യൂ ഇത് എങ്ങനെയാണ് കിട്ടുന്നത്, ലംസം ആയിട്ട് കിട്ടും. സംടൈംസ് ഇറ്റ് ഈസ് കളക്റ്റഡ് ആസ് ഇൻസ്റ്റാൾമെൻറ്റ്സ്. അപ്പം നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് വെൻ ഡിബഞ്ചർ മണി അല്ലെങ്കിൽ ഡിബഞ്ചർ എമൗണ്ട് ഇസ് റിസീവ്ഡ് ആസ് ലംസം, അങ്ങനെയാവുന്ന സമയത്ത് എങ്ങനെയാണ് ജേണൽ എൻട്രി വരുന്നത് നോക്കാം. ഓക്കെ, ഈ പ്രോബ്ലം ഒന്ന് നോക്കാം എല്ലാവരും. ജെ കമ്പനി ലിമിറ്റഡ് ഇഷ്യൂഡ് 15,000 13% ഡിബഞ്ചേഴ്സ് ഓഫ് 100 ഈച്ച് അറ്റ് പാർ. നോക്കണം, 15,100 ആണ്. ഫേസ് വാല്യൂ ഓഫ് എ ഡിബഞ്ചർ ഇസ് 100. എത്ര ശരിക്കും വരുന്നത്? 15 lakhിൻ്റെ ഡിബഞ്ചേഴ്സ് ആണ് ഇഷ്യൂ ചെയ്തത്. Applications were received for 18,000 debentures. That means company issued only 15,000, but excess application. എത്രയാണ് excess application എന്ന് പറയുന്നത്? 3,000 excess applications were received. Full amount is collected along with application money. അപ്പോൾ ഇവിടെ ഈ സെൻറ്റൻസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാ എമൗണ്ടും കിട്ടിയിരിക്കുന്നത് ഏതിൻ്റെ കൂടെയാണ്? ആപ്ലിക്കേഷൻ മണീൻ്റെ കൂടെയാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ജേണൽ എൻട്രി വരിക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ലംസം എമൗണ്ട് റിസീവ് ചെയ്യാനുള്ള എൻട്രി വേണം, അതേപോലെ എക്സസ് ആപ്ലിക്കേഷൻ മണി റീഫണ്ട് ചെയ്യണം. സെയിം ലൈക്ക് ഷെയർസ്, എക്സസ് ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ് ഓൺ ഷെയർസ് നമ്മൾ റീഫണ്ട് ചെയ്യുന്ന സമയത്ത് ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് എന്ന് എഴുതില്ലേ? സെയിം വേ ഹിയർ ഇൻസ്റ്റെഡ് ഓഫ് ഷെയർസ് യൂസ് ദ ടേം ഡിബഞ്ചേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യാന്നാണ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എൻട്രി, വെൻ ആപ്ലിക്കേഷൻ മണി ഇസ് റിസീവ്ഡ്, ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്. How many applications were received? 18,000. So 18,000 into 100 വരും കേട്ടോ. 18,000 into 100, അങ്ങനെയാണ് 18 lakh ആപ്ലിക്കേഷൻ മണി കിട്ടിയിരിക്കുന്നത്. സോ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു 13% ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് 18 lakh. ഇനി നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ മണി ഏതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക്. എത്ര നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് ആണോ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, ഈക്വൽ എമൗണ്ട് ഇസ് ട്രാൻസ്ഫർഡ് ടു ഡിബഞ്ചർ അക്കൗണ്ട് ആൻഡ് ദ എക്സസ് ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ് ഇസ് ടു ബി റീഫണ്ടഡ്. ഓക്കെ, അപ്പം നമ്മൾ റീഫണ്ട് ചെയ്യുക എത്രയാ? 13% ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് ഓൺ ഹൗ മെനി ഷെയർസ്? എത്ര എക്സസ് ഡിബഞ്ചേഴ്സ് വന്നിരിക്കുന്നത്? 3,000 ആണ്. സോ 3,000 into 100 എന്ന് പറയുമ്പം 3 lakh ആണ് നമുക്ക് എക്സസ് ആയി കിട്ടിയിരിക്കുന്ന ആപ്ലിക്കേഷൻ മണി. ദാറ്റ് എമൗണ്ട് മസ്റ്റ് ബി റീഫണ്ടഡ്. സോ 13% ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് 3 lakh. ഓക്കെ, ദെൻ ദ ബാലൻസ് എമൗണ്ട്, അതായത് എത്ര നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് ആണോ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, ഇക്വലന്റ് എമൗണ്ട് ഷുഡ് ബി ട്രാൻസ്ഫർഡ് ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. സോ ജേണൽ എൻട്രി 13% ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റ് ടു 13% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവാം. ഇന്നലെ മിസ് ലംസമായ സമയത്ത് പഠിപ്പിച്ചിരുന്ന ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചേഴ്സ് എന്നാണല്ലോ എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവാം. സംഭവം ഇവിടെ അങ്ങനെ തന്നെയാണ്. അതായത് ഇവിടെ നോക്കൂ, ഒരു ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ക്രെഡിറ്റും വന്നിട്ടുണ്ട്, ഒരു ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ഡെബിറ്റും വന്നിട്ടുണ്ട്. അത് ക്യാൻസലായി പോയിട്ടുണ്ടെങ്കിൽ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു 13% ഡിബഞ്ചേഴ്സ് എന്നാണ് വരുന്നത്. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ജേണൽ എൻട്രി എഴുതിയെന്ന് ചോദിച്ചാൽ അവർ എക്സസ് ആപ്ലിക്കേഷൻ മണി ഉള്ളത് കൊണ്ട് അത് റീഫണ്ട് ചെയ്യാനുള്ളൊരു എൻട്രിയും കൂടെ അവിടെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതർവൈസ് വൺ ജേണൽ എൻട്രി, കമ്പൈൻഡ് ജേണൽ എൻട്രി ഇസ് നീഡഡ്. ഓക്കെ, കൺഫ്യൂഷൻ ഇല്ല വിചാരിക്കുന്നു. അപ്പോൾ ഈ പ്രോബ്ലം ഇരുന്നിട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിബഞ്ചർ എമൗണ്ട് ഇസ് റിസീവ്ഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയി കിട്ടുകയാണെങ്കിൽ എങ്ങനെയാണോ ഷെയറിലുള്ളത് അതുപോലെ തന്നെയാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് വരുന്നത്. ഞാൻ ഇന്നലെ പഠിപ്പിച്ചു തന്നെ നിങ്ങൾക്ക് ജേണൽ എൻട്രി ഒക്കെ എന്തൊക്കെയായിരുന്നു? ജേണൽ എൻട്രി ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ ആപ്ലിക്കേഷൻ, then application money must be transferred to debentures account. So debenture application account at to debentures account.
പിന്നെ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ, അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുന്നത്, കോൾ മണി ഡ്യൂ, കോൾ മണി റിസീവ് ചെയ്യുന്നത്. ഇത്രയും ജേണൽ എൻട്രീസ് ഓർത്തിരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പോവുകയാണ്. G Limited issued 10,000 14% debentures of 100 each, payable at rupees 20 on application, 30 on allotment, 25 on first call and 25 on second and final call. അതായത് നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് എന്ന് പറയുന്നത് 10,000 ആണ്. ഒരു ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂ ഇസ് 100. ഇത് 10 ടോട്ടൽ എത്ര ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അന്നേരം 10,000 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 10 lakh ഡിബഞ്ചർ റുപ്പീസ് 10 lakh ഡിബഞ്ചേഴ്സ് ആണ് ഇഷ്യൂ ചെയ്തത്. പക്ഷെ 10 lakh ഒരുമിച്ച് കിട്ടില്ല. നേരത്തെ പ്രോബ്ലത്തിൽ ആ 10 lakhും ആപ്ലിക്കേഷൻ മണീൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ 100 എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്? 20 ഓൺ ആപ്ലിക്കേഷൻ, 30 രൂപ ഏതിൻ്റെ ആയതായിട്ടാണ് അലോട്ട്മെൻറ്റ് മണി ആയിട്ട്, 25 ഫസ്റ്റ് കോൾ ആയിട്ട് കളക്ട് ചെയ്യുന്നു, 25 സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ ആയിട്ട് കളക്ട് ചെയ്യുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഓൾ ഡിബഞ്ചേഴ്സ് വെർ സബ്സ്ക്രൈബ് ആൻഡ് ഓൾ എമൗണ്ട്സ് വെർ റിസീവ്. അപ്പോൾ എക്സസ് ആയിട്ടും ഓവർ സബ്സ്ക്രിപ്ഷനും ഇല്ല, അണ്ടർ സബ്സ്ക്രിപ്ഷനും ഇല്ല. 10,000 ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്ത 10,000ഉം പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് പാസ്റ്റ് ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ദി കമ്പനി ആൻഡ് ഓൾസോ എക്സിബിറ്റ് ദ റെലവൻറ്റ് ഇൻഫർമേഷൻ ഇൻ ദി ബാലൻസ് ഷീറ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട എൻട്രി എന്താ? ഇവിടെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് ഡിബഞ്ചർ എമൗണ്ട് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ആപ്ലിക്കേഷൻ മണി കിട്ടും, അത് ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. പിന്നെ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആവും, പിന്നെ കിട്ടും. പിന്നെ ഫസ്റ്റ് കോൾ മണി ഡ്യൂ ആവും, റിസീവ് ചെയ്യും. പിന്നെ ഫൈനൽ കോൾ മണി ഡ്യൂ ആവും, റിസീവ് ചെയ്യും. ഇത്രയും ജേണൽ എൻട്രീസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് എൻട്രി ഓൺ റെസിപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ മണി, ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു 14% ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്. എത്രയാണ്? ഹൗ മെനി ഡിബഞ്ചേഴ്സ് വെർ ഇഷ്യൂഡ്? 10,000. ആപ്ലിക്കേഷൻ മണി പെർ ഡിബഞ്ചർ 20. സോ 10,000 ഇൻറ്റു 20 2 lakh. അപ്പോൾ ആപ്ലിക്കേഷൻ മണി ആയിട്ട് ഡിബഞ്ചറിൻ്റെ മുകളിൽ കിട്ടിയത് 2 lakh ആണ്. അപ്പോൾ നരേഷൻ എഴുതാൻ മറക്കരുത്. ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ് ഓൺ 10,000 ഡിബഞ്ചേഴ്സ് അറ്റ് റുപ്പീസ് 20 പെർ ഡിബഞ്ചർ. ഓക്കെ. ഇനി ഈ ആപ്ലിക്കേഷൻ മണി നമ്മൾ ഷെയറിനെ പോലെ തന്നെ ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇപ്പോൾ 14% ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു 14% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. എത്രയാണോ ആപ്ലിക്കേഷൻ മണി കിട്ടിയിരുന്നത്? 2 lakh. ദാറ്റ് എമൗണ്ട് ഇസ് ട്രാൻസ്ഫർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. നരേഷൻ ആപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ്, വെൻ അലോട്ട്മെൻറ്റ് ബിക്കംസ് ഡ്യൂ. ഇനി എല്ലാം ഫസ്റ്റ് തന്നെ ഡ്യൂ ആവുക ചെയ്യുക, എന്നിട്ടേ ഉള്ളൂ റിസീവ് ചെയ്യുക. അപ്പോൾ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആവുന്ന സമയത്ത് 14% ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു 14% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് മണി എന്ന് പറയുന്നത് 30 പെർ ഡിബഞ്ചർ ആണ്. സോ 10,000 ഇൻറ്റു 30 3 lakh. നരേഷൻ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ. Then on receipt of allotment money, bank account debted to 14% debenture allotment account, same amount. മൊത്തം എമൗണ്ടും കിട്ടിയിട്ടുണ്ട്. നരേഷൻ അലോട്ട്മെൻറ്റ് മണി റിസീവ്. ഇനി എന്താ വരിക? when call money becomes due, first call becomes due, 14% debenture first call account debtor to 14% debentures account. എത്രയായിരുന്നു ഫസ്റ്റ് കോൾ മണി എന്ന് പറയുന്നത്? 25 പെർ ഡിബഞ്ചർ ആണ്. സോ 10,000 ഇൻറ്റു 25 2 lakh 50,000. അത്രയാണ് ഡ്യൂ ആയത്. വെൻ ഫസ്റ്റ് കോൾ മണി ഇസ് റിസീവ്, ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു 14% ഡിബഞ്ചർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് 2 lakh 50,000. ഓക്കെ. ഫസ്റ്റ് കോൾ മണി റിസീവ്ഡ് നരേഷൻ എഴുതാം. ദെൻ ലാസ്റ്റ്, when final call, second and final call become due, 14% debenture second and final call account debtor to 14% debentures account. ഫൈനൽ കോൾ മണി എന്ന് പറയുന്നതും 25 തന്നെയാണ്. അപ്പോൾ 10,000 ഇൻറ്റു 25 അതാണ് 2 lakh 50,000 വന്നത്. ലാസ്റ്റ് എൻട്രി ഓൺ റെസിപ്റ്റ് ഓഫ് ഡിബഞ്ചർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ എമൗണ്ട്, ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു 14% ഡിബഞ്ചർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട്. എത്രയാണോ ഡ്യൂ ആയിട്ടുള്ളത് അത് മൊത്തം കിട്ടിയിട്ടുണ്ട്. നരേഷൻ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ മണി റിസീവ്. ഇത്രയും ജേണൽ എൻട്രീസ് ആണ് നിങ്ങൾ എഴുതേണ്ടത്.
ഇനി ഈ ഒരു ഇതിൽ ക്വസ്റ്റ്യൻ പറയുന്നത് നിങ്ങൾ ബാലൻസ് ഷീറ്റിൽ ഇതൊന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി അക്കൗണ്ട്സിൻ്റെ ബാലൻസ് ഷീറ്റ് നിങ്ങൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. എന്നാലും ഇത് ഫുൾ ഇൻഫർമേഷൻ ഇല്ലല്ലോ ബാലൻസ് ഷീറ്റിൻ്റെ. നിങ്ങൾ എവിടെ മാത്രം കാണിച്ചു വെച്ചാൽ മതി, ദിസ് തിങ് മാത്രം, അതായത് ലയബിലിറ്റി സൈഡിൽ ഈ ഡിബഞ്ചേഴ്സ് എവിടെ, ഡിബഞ്ചേഴ്സ് മൊത്തം ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഡിബഞ്ചർ എവിടെ കാണിക്കുക എന്നുള്ളത് മാത്രം കാണിക്കുക. ഡിബഞ്ചേഴ്സ് നമ്മൾ കാണിക്കുന്നത് ലയബിലിറ്റി സൈഡിലാണ്. നിങ്ങൾ പഠിച്ച ബാലൻസ് ഷീറ്റ്, നിങ്ങൾ കമ്പനി അക്കൗണ്ട്സ് ബാലൻസ് ഷീറ്റ് പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞുതരാം. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എന്നുള്ള ഹെഡിൽ ലോങ് ടേം ബോറോയിങ്സിലാണ് നമ്മൾ എന്ത് കാണിക്കേണ്ടത്, ഡിബഞ്ചർ കാണിക്കേണ്ടത്. 10 lakh ആയിട്ട് കാണിച്ചിട്ടേക്കുക. അപ്പോൾ ക്യാഷിൽ അത്ര കൂടുകയും ചെയ്യും, ക്യാഷ് ആയിട്ടാണല്ലോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ലോങ് ടേം ലയബിലിറ്റി സൈഡിൽ ലോങ് ടേം ബോറോയിങ്സിലും കാണിക്കുക, അസറ്റ് സൈഡിൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് ആയിട്ടും കാണിക്കുക. അത്ര ക്യാഷ് കിട്ടിയിട്ടുണ്ട് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തപ്പോൾ. നമ്മൾ ലയബിലിറ്റി ആയിട്ട് ആ 10 lakh ഡിബഞ്ചേഴ്സ് അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ കാണിച്ചാൽ മാത്രം മതി, അല്ലാണ്ട് ടാലി ചെയ്തിടൊന്നും വേണ്ട. ഓക്കെ, താങ്ക് യു.